ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന യൂട്യൂബിൽ വിറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നൂൽ പൊറോട്ടല്ലേ, അത് നമ്മളും ഉണ്ടാക്കിയിട്ടാ. മാവ് ചാമ്പി കുഴച്ചൊന്നും ഉണ്ടാക്കണ്ട, കലക്കി ചുട്ടാൽ മതി. ടപ്പേന്ന്. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് മൈദപ്പൊടി എടുക്കാം. വേണ്ടവർക്ക് ഗോതമ്പ് പൊടി ഇട്ട് ഉണ്ടാക്കാം കേട്ടോ. 1 കപ്പ് മൈദപ്പൊടി ഇട്ടിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ഇടാം. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ്, നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ ഒരു ടീസ്പൂണ്, ഒരു ചെറിയ ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ, വലിയ ടീസ്പൂണാണെങ്കിൽ 1/2 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടി 1 കപ്പെല്ലാം ഇട്ടത്, അപ്പോൾ അതിൽ 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 1 കപ്പ് തന്നെ ഒഴിക്കണ്ട. അതും കുറച്ച് ഒഴിച്ചിട്ടൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. 1 ടീസ്പൂണ് ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പിലേക്ക് 1 മുട്ട ഇട്ടാൽ, അപ്പം നിങ്ങൾ 2 കപ്പ് എടുക്കണമെങ്കിൽ 2 മുട്ട എടുക്കണം. അപ്പം ഞാൻ 1 കപ്പിലേക്ക് 1 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം ഈ പൊറോട്ട. അപ്പോൾ ഇത് ഞാൻ മിക്സിയിലേക്ക് അടിച്ചെടുത്തോണ്ടിട്ട് ഇത് അടിച്ച് കൊടുന്നേക്കാണ്. ഇത് നമ്മളെ ബാറ്ററി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ രൂപത്തിലായിരിക്കണം കേട്ടോ നമ്മളെ ബാറ്ററി. അപ്പം ഇനി നമുക്ക് നിങ്ങളെടുത്ത് ഒരു കവറ് എടുത്തിട്ട് ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് നമുക്കിതിങ്ങനെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാമല്ലോ. ആ കവറിലേക്ക് ഞാനിതാ ഒഴിച്ചു കൊടുക്കുന്നത്, ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നല്ല ടൈറ്റായിട്ട് ഡബ്ബർ വെച്ച് കെട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഗ്യാസിലേക്ക് നമ്മൾ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്, ചൂടായിക്കണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ, ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ നിങ്ങൾ തേച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിതാ ഞാൻ ഇതുപോലെ ചുറ്റണമല്ല, ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. നിങ്ങളടുത്ത് ഈ ഹോട്ടലിലൊക്കെ ഉണ്ടാവില്ല ഒരു സോസിൻ്റെ കുപ്പി, അതുണ്ടെങ്കിൽ സുഖം കേട്ടോ. അതിലാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി. നമുക്കിതിൻ്റെ മേലയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ബ്രഷ് കൊണ്ട് നമുക്ക് തടവി കൊടുക്കാം കേട്ടോ. അതുപോലെ ഒന്നിങ്ങനെ തൊട്ടുകൊടുക്കാം. അപ്പോൾ ഒരു സൈഡായാൽ നമുക്കിത് ഇട്ട് കൊടുക്കണം. ഫസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ശരിക്കായി വരില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ട്രൈ ചെയ്തുമ്പോൾ ശരിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഒരു സൈഡ് അയക്കണേ. അപ്പോൾ ഞാൻ എന്താ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തീ ഒന്ന് കുറച്ചാളേ മീഡിയത്തിലാക്കിയാൽ മതി. അപ്പോൾ ഇത് ഞാൻ ഈ സൈഡും കൂടി റെഡി ആയതിന് ശേഷം നമുക്കത് പ്ലേറ്റിലേക്ക് കൊണ്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നൂൽ പൊറോട്ട ഒന്ന് റെഡി ആയിക്കണേ. അപ്പോൾ രണ്ടാമത് ഇത് അതേപോലെ ഞാൻ ചുറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ ചുറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അത്. അപ്പോൾ ഓരോ നല്ല കട്ടിയിൽ ഹോൾസ് ചെറുതായിരിക്കണം കേട്ടോ. നൂല് പോലെ ആവണമെങ്കിൽ ചെറിയ ഓട്ടാക്കിയിട്ട് കവറുമ്മിൽ ഓട്ടാക്കി കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാതും ചുറ്റിക്കണം ഞാൻ കാണിക്കണില്ല. ചുറ്റലും വീഡിയോ എടുക്കലും കൂടി പറ്റാത്തതുകൊണ്ട് കേട്ടോ. വീഡിയോ എടുക്കണത് എൻ്റെ മോനാണ്. അപ്പോൾ രണ്ടും കൂടി പറ്റാത്തത് കൊണ്ടാണ് എല്ലാ വീട് ചുറ്റിക്കണത് എല്ലാതും ഞാൻ കാണിക്കാത്തത്. അപ്പോൾ അതാ ഈ സൈഡും മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ കാണുമ്പോൾ വിചാരിച്ച് ഒന്ന് ഉണ്ടാക്കി വെക്കണം കുറേ ദിവസമായി വിചാരിക്കൽ തുടങ്ങിയിട്ട്. അപ്പം നമ്മളും ഉണ്ടാക്കി. നല്ല ടേസ്റ്റാണ്. കറിയൊക്കെ കൂട്ടി തിന്ന് അടിപൊളി കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളും ഉണ്ടാക്കി നോക്കി, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ നൂൽ പൊറോട്ട നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുതേ. അപ്പോൾ നിങ്ങളൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കുമെന്ന് വിചാരിക്കണേ. നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതൊന്നും ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കി, പിന്നെയും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.